മാർക്കോ സാറിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ വീടല്ലാതെ കടവന്ത്ര വേറൊരു വീട്? കടവന്ത്രയിലത്തെയാണ് ആദ്യത്തെ വീട്. ഇതിപ്പോ വാങ്ങിയിട്ട് ഒരു 2-2.5 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ കടവന്ത്രയിലും ഇവിടെയായിട്ട് ഇങ്ങനെ നിക്കുകയാണ്. അപ്പൊ ഈ മക്കളൊക്കെ താമസിക്കുന്നത്? മക്കള് മൂത്ത മോന് ഇവിടെ അടുത്ത് തന്നെ കിൻഡർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ അത് കാരണം അദ്ദേഹത്തിന് പോകാനുള്ള സൗകര്യം ഇവിടുന്നാണ്. പുള്ളിക്കാരനാണ് ഇപ്പം കൂടുതൽ ഇവിടെ. ഞങ്ങള് പകൽ ഇങ്ങോട്ട് വരും, വൈകുന്നേരം അങ്ങോട്ട് പോകും. ഇളയ മകള് ഹൈക്കോടതിയിലെ വക്കീലാണ്. അപ്പൊ അദ്ദേഹം എൻറോൾ ചെയ്തിട്ടൊരു 6-7 മാസമായുള്ളൂ. അപ്പൊ അവക്ക് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന നവോദയ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. മറ്റേതാകുമ്പോ കടവന്ത്രയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മകൾക്ക് വേണ്ടി വൈകുന്നേരങ്ങളിൽ അവിടെയും, പകല് മൂത്ത മോൻ ഇവിടെ ആയതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പകൽ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. ഒന്നിരാട്. അങ്ങനെ 2 വീട്ടിലാണ് താമസം. പിന്നെ രണ്ടാമതൊരു മകനുണ്ട്. അയാള് മാസത്തിലൊരിക്കലൊക്കെ വരുള്ളൂ. പുള്ളി കോഴിക്കോട് ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ അത് കാരണം അദ്ദേഹം എപ്പോഴും ഇല്ല, ഫ്രീക്വന്റ് വിസിറ്റർ അല്ല, വല്ലപ്പോഴും വരുവുള്ളൂ. അപ്പൊ രണ്ടിടത്ത് ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് വരിക. സാറേ, ഈ വീട്ടിൽ കയറിയപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചതാ മുഴുവനും ഈ അവാർഡുകള്. അപ്പം ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ എന്റെ കണ്ണിൽ ആദ്യം തടഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രേമലുവിന്റെ ഈ സാധനമാണ്. കാരണം എന്താ വെച്ചാല് ഇത് കഴിഞ്ഞ വർഷത്തില് ഞാൻ പാടി അനുകരിച്ച് നടന്ന പാട്ടുകളിലൊന്നാണ് ഈ ചായപ്പാനി തപ്പിയിലെ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിയിലെ കാതരികെ പ്രേമിക്കൂടൂ ഇതില് പാട്ട് ഹിറ്റാവുന്നത് അപ്പുറത്തേക്ക് മാർക്കോ സാറിന്റെ പാട്ടുകൾ അനുകരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം മറ്റേ പാട്ടൊക്കെ ഇല്ലേ, അത് ആദ്യത്തെ പാട്ട് കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ അതൊക്കെ പാടുമ്പോൾ സാറിന്റെ ശബ്ദത്തിൽ പാടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ഇത് അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ടിറങ്ങിയപ്പോ ഈ പാട്ടങ്ങ് ഹിറ്റാവുകയും ചെയ്തു. പിള്ളേരെല്ലാം പിന്നെ കൊച്ചുകുട്ടികളുടെ ഒരു പാട്ടായിട്ട് മാറി. 10 വയസ്സ് 12 വയസ്സ് 15 ആ ഒരു ഇതിലേക്ക് പോയി. അപ്പൊ അപ്പോഴും ഇപ്പൊ രജനീഷ് പറഞ്ഞ പോലെ ആ ശൈലി അനുകരിക്കാനാണ് അവർക്ക് ഇഷ്ടം. അല്ല വെറുതെ ഒരു ലളിതഗാനം പാടിയാൽ അവർക്ക് വേണ്ട. ആ ഒരു പ്രത്യേക മൂഡിലും ആ ഒരു ശൈലിയിലുമായിരുന്നു ആ പാട്ട്. അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ഒരു വൈറലായത് വന്നത്. സുഹൈലിന്റെ പാട്ടുകളെ കുറിച്ച് ഞാൻ പിന്നെ ഈ വർഷങ്ങളിൽ എടുത്ത് സംസാരിക്കുമ്പോൾ ഈ പ്രേമിക്കുടു എന്ന് പറയുന്ന വാക്ക് അതൊരു പുതിയ പ്രയോഗമാണല്ലോ. തെലുങ്കും മലയാളവും കൂടെ ചേർത്തിട്ടുള്ള ഒരു അഭ്യാസമാണ് സുഹൈലിന്റെ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ പല വേദികളിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തിലും ഈ വർഷവും ഒക്കെ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഒരു ആലസ്യത്തിലാണ് പൊതുവെ. പക്ഷെ ഇന്നിപ്പോ ഈസ്റ്ററിന്റെ ഭാഗമായിട്ട് കാണുമ്പോ ആദ്യം ഇസ്രായേൽ നാഥനാണ് മനസ്സിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു അതല്ലാതൊരു പാട്ട് ഒന്ന് പാടിത്തുടങ്ങാം. ഇപ്പൊ ഈസ്റ്ററിനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ച് മ്യൂസിക് ഷാക്കിന്റെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഷാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പെടുന്ന കമ്പനിയാണ് കേട്ടോ. അതെ. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പാടിയ ഒരു നല്ല ഒരു പാട്ട്, ജോജി ജോൺസ് ആയിരുന്നു എന്റെ സംഗീതം. വളരെ ടച്ചിങ് ആയിരുന്നു അത്. അനിൽ പരവൂർ എന്ന് പറഞ്ഞ ആളാണ് ആ പാട്ടിന്റെ രചന നിർവഹിച്ചത്. ജോജിയായിരുന്നു എന്റെ സംഗീതം. അതിന്റെ 4 വരി ഞാൻ പാടാം. കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്, യാഗമായി ത്യാഗമായി പുത്രനീശോ, അമ്മതന്നുള്ളിലെ നൊമ്പരമായി, മർത്യന്റെ ഉള്ളിലെ സന്താപമായി, കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്. ജോജി കൊള്ളാം കേട്ടോ. പാട്ട് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. നല്ലൊരു പാട്ടായിരുന്നു. നല്ല വ്യൂവർഷിപ്പും കിട്ടിയൊരു പാട്ടാണ്. ഈ വ്യൂവർഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് ആകാശം മാറും എന്ന് പറയുന്ന സോങ് സാറ് പാടിയതാ. പക്ഷെ അതിനകത്ത് ഒരു 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, ഒരു 67 lakhs ഒക്കെ പോയ വീഡിയോനകത്ത് ഉണ്ണിമേനോനാണ് പാടിയത്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെ, ശരിയാണ്. ഞാനും കണ്ടു. അദ്ദേഹത്തിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പാട്ട് എന്റെയാണ്. അതെ കമന്റിലുണ്ട്. ആകാശം മാറും ഭൂതലവും മാറും,
ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഈ ശൈലി കേൾക്കുമ്പോൾ ആളുകൾക്ക് അറിയാം, അത് ഞാൻ പാടിയതാണ്. അതെ അതെ അതെ. അല്ല, കമന്റിൽ ഉണ്ട്, മാർക്കോസിന്റെ പാട്ട് എടുത്തിട്ട് ഉണ്ണിമേനോന്റെ പടം വെച്ച് കൊടുക്കാൻ നാണോ ഇല്ലടാ. അതെ, അത് ക്രിസ്തീയ പാട്ടുകൾ ഒരു നല്ല ശതമാനം ഞാൻ പാടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പൊതുവായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ ഇതിന് എഴുത്ത് എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം യൂട്യൂബിലുള്ള ഇത് നോക്കിയിട്ടാണ് ആളുകൾ പറയുന്നത് അത് ഇന്നാരുടെ പാട്ടാണ്, ഇന്നാര് എഴുതിയാണ്, ഇന്നാര് സംഗീതം ചെയ്താണ്. ഈ ഒരു തലമുറ ചിലപ്പോൾ അത് ഓർത്തെന്ന് വരാം, ശരിയാ. അടുത്ത തലമുറ വരുമ്പോ ചിലപ്പോ അത് അങ്ങനെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് മാറ്റുന്നതാണ് നല്ലത്. അതെ അതെ അതെ, തെറ്റായ വിവരങ്ങൾ മാറ്റണം. അത് അപ്ലോഡ് ചെയ്ത് ഒരു ദയവായിട്ട് ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കണം. ഈ കന്നിപ്പൂമാനം പാടുമ്പോൾ ജോൺസൺ മാഷിന്റെ അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാള സംഗീത ശാഖയെ അടയാളപ്പെടുത്തുന്ന ഒരു കാലമാണ്. ഈ ജോൺസൺ മാഷും രവീന്ദ്ര മാഷും ഒക്കെ വരുന്ന ഒരു കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുഷ്കലമാണ്. അതിനു മുമ്പ് ഒരു ലെജൻസിന്റെ മാസ്റ്റർമാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ഭാസ്കര മാഷും ഈ പറയുന്ന ദേവരാജ മാസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ കാണുന്ന രവീന്ദ്ര മാഷും ജോൺസൺ മാഷും ഒക്കെ മത്സരിച്ച് പാട്ടുകൾ ചെയ്യുന്ന ഒരു കാലം. ആ കാലത്തിൽ ജോൺസൺ മാഷിന്റെ കയ്യിൽ തന്നെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? ശരിയായിട്ടും പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ദേവരായ മാഷ് അങ്ങോട്ട് ആ സമയത്ത് നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാവത്തിനിടയിലാണ് ജോൺസൺ മാഷ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന നിലയിൽ കയറി വരുന്നതും. ശ്രദ്ധിക്കപ്പെട്ട കുറെ അധികം പാട്ടുകൾ ആ സമയത്ത് അദ്ദേഹം ചെയ്തു തുടങ്ങിയിരുന്നു, ഒത്തിരി നല്ല പാട്ടുകൾ. അപ്പൊ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമകളിലൊന്നായിരുന്നു പ്രേമഗീതങ്ങൾ. അതിനകത്ത് നീ നിറയൂ ജീവനിൽ ഉലകമായി ഞാൻ പാടിടാം ഗാനമായി ഓർമ്മകൾ. കോളേജ് പിള്ളേരെയൊക്കെ കോരിത്തരിപ്പിച്ച സിനിമയും അതേപോലെ തന്നെ പാട്ടും. അതിലെ ഓരോ പാട്ടും മുത്തും മൂടി പൊന്നും നീ ചൂടിവാ ചന്ദനത്തേരിലായി ചെല്ലക്കാറ്റേ മണ്ണിൻ നിന്നിൽ ഒരു ആ സമയത്ത് അടിപൊളി പാട്ടുകളിലൊന്നായിരുന്നു അത്. ജോൺസൺ മാഷിന്റെ തന്നെ ആ സമയത്ത് വന്ന പാട്ടുകളിലോ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടായിരുന്നു. ആടിവാ കാറ്റ് പാടിവാ കാറ്റ്. ആ പാട്ടൊക്കെ എനിക്കൊന്ന് ഗാനമേളകളിലൊക്കെ ഞങ്ങള് വർഷങ്ങളോളം തകർത്ത് പാടി നടന്നിട്ടുള്ള പാട്ടുകളാണ്.